കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നു. തത്സമയം. ഇത് കഠിനമായി ആചരിച്ചില്ല. ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയില്ല. ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഈ ദിവസം ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളുമായി ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു വഴിത്തിരിവ് കൂടിയാണ് ഈ തീരുമാനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ശ്രീ ബെന്നി ബെഹനാൻ എനിക്ക് മുൻപ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കുഞ്ഞാണ്. ഒരു സംശയവും വേണ്ട. 1991 ഇവിടെ അധികാരത്തിൽ വന്ന ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയാണ് ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവനാണ്, അദ്ദേഹത്തിനെയാണ് ശ്രീ കെ കരുണാകരൻ ചുമതലപ്പെടുത്തിയത്. അന്നാണ് എങ്ങനെയായിരിക്കണം വിഴിഞ്ഞം തുറമുഖം എന്നതിന്റെ ഡിസൈനും അതിന്റെ എഞ്ചിനീയറിംഗും അന്ന് പൂർത്തിയായത്. പിന്നീട് മാറി മാറി വന്ന പല ഗവൺമെന്റുകളും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അത് മുന്നോട്ട് പോകാൻ പോയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, 90കളുടെ തുടക്കത്തിൽ ശ്രീ കെ കരുണാകരനും ശ്രീ എം വി രാഘവനും ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഭരണകക്ഷി അതിന് നേതൃത്വം കൊടുക്കുന്ന CPM അവരുടെ നിലപാട് പ്രമുഖം കൂടി സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ UDF പോകുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു. പിന്നീട് അവർക്ക് തന്നെ ഇത് സ്വകാര്യ മേഖലയിലെ തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും ഒരു 2 പതിറ്റാണ്ട് കാലം കൂടി അവരെടുത്തു. എന്നിട്ടും ഇത് യാഥാർത്ഥ്യമായില്ല. ഒരിക്കലൊരു ചൈനീസ് കമ്പനി മുന്നോട്ട് വന്നു. ആ ടെൻഡർ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അന്ന് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി, UPA ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി. അന്ന് എന്തുകൊണ്ടാണത് വേണ്ട എന്ന് പറഞ്ഞത്? ഇന്ത്യയും ചൈനയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ പോർട്ടുകൾ മുഴുവൻ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, പോർട്ടുകൾ ഉൾപ്പെടെ കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴുണ്ടായ മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്ത്യയിൽ, കേരളത്തിൽ, ഈ അറേബ്യൻ സീയുടെ അറ്റത്ത് കിടക്കുന്ന, ഈ മുനമ്പിൽ കിടക്കുന്ന തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ആ ചൈനീസ് കമ്പനി വേണ്ട എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം അന്നുപോലും അത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലല്ല അത് ഷേപ്പ് ചെയ്തിരുന്നത്. പിന്നീടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ 2011 അധികാരത്തിൽ വന്നു. അന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എല്ലാ തടസ്സങ്ങളെയും മാറ്റി നിരന്തരമായ പരിശ്രമം, കഠിനാധ്വാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണം. അത് എതിർപ്പുകളായിരുന്നു, എല്ലാ കാര്യത്തിലും എതിർപ്പുകളായിരുന്നു. ഒരു കാരണവശാലും അന്ന് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വാങ്ങി, പാരിസ്ഥിതിക അനുമതി വാങ്ങി, ബാക്കിയുള്ള എല്ലാവിധ പേപ്പറുകളും ക്ലിയർ ചെയ്ത് ടെൻഡറിന്റെ ഡോക്യുമെന്റ് ഉണ്ടാക്കി, ടെൻഡറിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കി,